സമയം എന്ന് പറഞ്ഞാൽ ഭഗവാനാണ് മക്കളെ. ആ സമയത്തിൽ ഒരു മാറ്റവും പാടില്ല. അപ്പം നമ്മളെ വിഷു ഒക്കെ വരികയാണ്. നമ്മളെ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളെ വീട്ടിലേക്ക് നേരിട്ട് വരുന്ന ദിവസമാണ്. അല്ലാതെ നിങ്ങളൊരു ബൊമ്മയല്ല ശകുനം കാണുന്നത് രാവിലെ. കാരണം നമ്മളെ ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ എല്ലാ ഭംഗിയോടുകൂടി ഒരുക്കി രാവിലെ നമ്മൾ കണി കാണുന്നത് ഭഗവാനെ തന്നെയാണ്. അല്ലാതെ ഒരു ബൊമ്മ കേവലം നമ്മൾ കാണുക എന്ന് വിചാരിക്കരുത് കേട്ടോ ആരും. അതിനുവേണ്ടി നമ്മൾ കുറച്ച് തയ്യാറെടുപ്പുകൾ വിഷുവിൻ്റെ മുന്നേയിട്ട് നമ്മൾ വീടുകളിൽ ചെയ്യണം. മക്കളെ, ആദ്യം ഞാൻ പറയണത് എന്താണെന്നറിയോ, നമ്മളുടെ വീട്ടിൽ ഈ സമയം തെറ്റിയിട്ടുള്ള ക്ലോക്കുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓടാത്ത ക്ലോക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് പാടെ ഉപേക്ഷിക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് നേരേക്ക് കൊണ്ടുവന്ന് വെക്കുക. പിന്നെ സമയം കൃത്യമായിരിക്കണം, മനസ്സിലായല്ലോ. സമയം എന്ന് പറഞ്ഞാൽ ഭഗവാനാ മക്കളെ. അങ്ങോട്ടും തെറ്റരുത് ഇങ്ങോട്ടും തെറ്റരുത്. അപ്പോൾ നമ്മൾ കൃത്യസമയത്ത് ക്ലോക്ക് വെക്കണം. അതേപോലെ തന്നെ പഴയ ക്ലോക്ക് കേട് വന്നത് നിങ്ങൾ ഉടനടി മാറ്റണം. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ മക്കളെ, നമ്മൾ വീട്ടിലേ കാണാം, നമ്മൾ അത്രയും വേണ്ടപ്പെട്ടവരുടെ ഫോട്ടോ ആയിരിക്കും, ഒരു വര വീണിട്ടുണ്ടാവും. കാണാനൊന്നും അത് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വളരെ ദോഷമാണ് കുട്ടികളെ. ഫോട്ടോൻ്റെ ചില്ലൊന്ന് പൊട്ടിയാൽ മതി. നമ്മളെ ആ ഫോട്ടോ നിങ്ങൾ ഉടനടി ചില്ല് മാറ്റി കൊടുന്ന് വയ്ക്കുക, അല്ലെങ്കിൽ അവിടുന്ന് ഉപേക്ഷിക്കുക. നമുക്ക് ചിലപ്പോൾ ചിത്രം ഉപേക്ഷിക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ, നമുക്ക് അത്രയും വേണ്ടപ്പെട്ടതായിരിക്കും. അപ്പോൾ നിങ്ങൾ പുതിയ ചില്ലിട്ടിട്ട് മാത്രം അവിടെ വയ്ക്കുക. പിന്നെ നമ്മളെ വീട്ടിലെ കണ്ണാടി, പണ്ടൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് അല്ലേ 10 കഷ്ണമായിട്ടുണ്ടാവും നമ്മളെ വീട്ടിലെ കണ്ണാടി. നമ്മൾ അതിലത്തെ ഒന്നിൽ നോക്കിയിട്ട് കുട്ടികൾ കാണാല്ലേ. അപ്പോഴും അമ്മമാരത് കാണുമ്പോൾ സമ്മതിക്കുന്നില്ല. അമ്മമാർ പറയും കുപ്പിച്ചില്ല് കുത്തും കയ്യെമ്പിലെ മുറിയാവും മക്കളെ, അത് കാണരുത് പറയും. പക്ഷെ അവർക്കറിയാം അത് കാണാൻ പാടില്ല, ദോഷ മക്കളെ. പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതം അതുപോലെ പൊട്ടും. ചില്ല് പൊട്ടണ പോലെ നമ്മളെ കുടുംബം ചിതിലാവും. അത് കാരണം നിങ്ങൾ ഒരു കാരണവശാലും പൊട്ടിയ കണ്ണാടി, പൊട്ടിയ ഫോട്ടോ, ചില്ല് പൊട്ടിയ ഫോട്ടോ അതൊന്നും നിങ്ങൾ ഒരിക്കലും നിങ്ങളെ വീട്ടിൽ വെക്കരുത്. ഉടനടി മാറ്റണം കേട്ടോ. പിന്നെ എനിക്ക് മൂന്നാമതായിട്ട് പറയാനുള്ളത് എന്താണെന്നറിയോ, നമ്മളെ വീട്ടിൽ കാണാല്ലേ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ആവശ്യമില്ലാതെ കൂടിയിട്ട് ആർക്കും ഒരു ഉപയോഗം ഇല്ലെങ്കിലും നമുക്കത് മാറ്റാൻ തോന്നാതെ വീട്ടിൽ, മനസ്സിലായിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിൻ്റെ മക്കളെ, നമ്മളെ അടുക്കളുടെയും ഉമ്മറത്തിൻ്റെയൊക്കെ ആ ഭാഗത്തുനിന്ന് മാറ്റി നിങ്ങൾക്ക് ഒരു ചാക്കിൽ കെട്ടി കുറച്ച് ദൂരെ വെക്കാം. മഴയൊന്നും നനയാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചാൽ ആവശ്യമുണ്ടെങ്കിൽ അന്ന് എടുക്കും ചെയ്യാം. ഉപേക്ഷിക്കണമെന്ന് പറയുന്നില്ല. ആവശ്യമില്ലെങ്കിലോ അത് അവിടെ സുരക്ഷിതമായിട്ട് ഇരിക്കും ചെയ്യുന്ന, ചിന്നിച്ചെതറി കിടക്കില്ല. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അടുക്കളയിൽ പല പാത്രങ്ങളും ഓട്ടപ്പെട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അലുമിനിയം ആണെങ്കിലും സ്റ്റീലാണെങ്കിലും ചെറിയ തുമ്പിത്തോളേ ഉള്ളൂ. അതുകൊണ്ട് അത് ഉപേക്ഷിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ മക്കളെ. നമ്മളെ വീട്ടിൽ നെഗറ്റീവ് എനർജി വന്ന് നിറയും. നമ്മളെ വീട്ടിലെ പോസിറ്റീവ് എനർജി പാടെ പോകും. ഓട്ടപാത്രങ്ങൾ, നിങ്ങൾ വക്ക് പൊട്ടിയ പാത്രങ്ങൾ, അങ്ങനെ എണ്ണക്കുപ്പികളൊക്കെ നമ്മൾ ചിലപ്പോൾ കാണാല്ലേ ഈ ഗ്യാസിൻ്റെ അടുത്തേക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് ഉരുകിയിട്ട് ഒന്ന് കോടി കൊണിഞ്ഞിട്ടുണ്ടാവും, പ്ലാസ്റ്റിക് ആണെങ്കിൽ. കണ്ടിട്ടില്ലേ? ദയവ് ചെയ്തിൻ്റെ കുട്ടികളെ അതൊക്കെ നിങ്ങൾ ഈ വിഷുവിൻ്റെ മുന്നേയിട്ട് എല്ലാം മാറ്റി വീട് നല്ല പോസിറ്റീവ് എനർജി വരുത്താൻ തരത്തിൽ നിങ്ങളെല്ലാം വൃത്തിയാക്കി വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളുള്ള വീടുണ്ടല്ലേ, പിന്നെ ചിലപ്പോൾ ഇപ്പോൾ ഉടഞ്ഞ വിഗ്രഹങ്ങൾ അങ്ങനെയൊക്കെ ചില വീട്ടിൽ കാണാം. ഒരുപാട് ഉടഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, അതിൻ്റെ വക്കും തൊക്കൊക്കെയാണ് പൊട്ടിപ്പോയിട്ടുണ്ടാവും അല്ലേ. കൃഷ്ണ വിഗ്രഹമാണെങ്കിലും ശിവവിഗ്രഹമാണെങ്കിലും എന്താണെങ്കിലും, കൃഷ്ണ വിഗ്രഹം പ്രത്യേകിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ, അതൊരു പ്രത്യേക തരം സംഭവം കൊണ്ടാട്ടോ ഉണ്ടാക്കണം. അതിൻ്റെ അടി ചിലയിടത്ത് പോയിട്ടുണ്ടാവും. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ല, അടിയിൽ ഗ്യാപ്പ്, എന്നിട്ട് പിന്നെ ഉള്ളിൽ ശൂന്യമാവും കേട്ടോ. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനത്തെ ഫോട്ടോ വെക്കരുത്. അത് കണി കണ്ടാൽ നമുക്ക് എന്താ നെഗറ്റീവ് എനർജി വന്നു ചേരും, പോസിറ്റീവ് മുഴുവൻ പോകും. അപ്പോൾ നമുക്കൊരു ഫലവും ഇല്ല കേട്ടോ. അതിൽ ചൈതന്യം ഉണ്ടാവില്ല, ഭഗവാന്റെ ചൈതന്യം പോയിട്ടുണ്ടാവും അതിന്ന്, മനസ്സിലായില്ല? പൊട്ടണ സമയം കൊണ്ട് ഭഗവാന്റെ ചൈതന്യം അതിൽ പോയി നെഗറ്റീവ് നിറഞ്ഞിട്ടുണ്ടാവും. അത് ഏത് ഭഗവാന്റെ വിഗ്രഹമാണെങ്കിലും ഒരു കേടും പാടില്ല കേട്ടോ. അപ്പോൾ അത്രയും വൃത്തിയും ശുദ്ധി നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ കടയിൽ പോയിട്ട് കൃഷ്ണൻ്റെ വിഗ്രഹം വാങ്ങുക, ഫോട്ടോ വാങ്ങുക, എന്ത് ചെയ്യുമ്പോഴും മനസ്സിന് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടപ്പെടണം. ചെറിയൊരു സംശയം ഉണ്ടെങ്കിൽ പിന്നെ അത് കൊടുന്ന് വെച്ചാൽ നമുക്കത് ഒരു മാതിരി ആയിരിക്കും കേട്ടോ, നമുക്ക് പിന്നെ നെഗറ്റീവാണ്. അപ്പോൾ നിങ്ങൾ വിഗ്രഹങ്ങൾ വാങ്ങുമ്പോഴും നിലവിളക്ക് വാങ്ങുമ്പോഴും എന്ത് സാധനം വാങ്ങുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെ വീട്ടിലേക്കുള്ളതേ ഇഷ്ടപ്പെടാതെ ഒരു സാധനം നിങ്ങൾ കൊടുന്ന് വെക്കരുത്, അത് നെഗറ്റീവ് എനർജി ആവും. കാരണം പിന്നെ നമുക്ക് എന്തോ തൊട്ടതും പിടിച്ചതൊന്നും ശരിയാവില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട് വാങ്ങണം കേട്ടോ വീട്ടിലേക്ക്, പ്രത്യേകിച്ചും ഭഗവാന്റെ വിഗ്രഹങ്ങൾ. പിന്നെ വസ്ത്രങ്ങളുടെ കാര്യം കുട്ടികളെ, വസ്ത്രങ്ങൾ കീറിയത് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്. നമ്മൾ പറയണത് എന്താണെന്നറിയോ, പുത്തൻ വസ്ത്രങ്ങൾ ഡെയിലി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ്. അപ്പോൾ അങ്ങനെ പുത്തൻ വസ്ത്രങ്ങൾ ദിവസേന വാങ്ങാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? അതൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കീറിയതെങ്കിലും
ഉപേക്ഷിക്കണം കേട്ടോ. കീറിയത് ഒരു കാലാവധി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉപേക്ഷിക്കണം. പിന്നെ നിങ്ങൾക്ക് അറിയാലോ മക്കളെ, വസ്ത്രങ്ങളൊന്നുമില്ലാതെ അവിടെയും ഇവിടെയൊക്കെ ഉരുൾ പൊട്ടി അങ്ങനെയായി ഇങ്ങനെയായി അവിടേക്ക് ഒന്നും വസ്ത്രങ്ങളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ആൾക്കാരല്ലേ വെള്ളപ്പൊക്കത്തിലൊക്കെ ഒന്നും ഇല്ലാത്തവർ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ അവരിടുമ്പോൾ അവരിടാത്ത വസ്ത്രമാണ്, നിങ്ങളിട്ട് പഴകിയ വസ്ത്രമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് നന്നായി കഴുകി വൃത്തിയാക്കി ഉപ്പുവെള്ളത്തിൽ മുക്കി ഇസ്ത്രിക്കിട്ട് അത് പുതുപോലെയാക്കി ഒരാൾക്ക് നിങ്ങൾ ദാനം ചെയ്യുക. മനസ്സറിഞ്ഞ് ദാനം ചെയ്യുക. അയ്യോ എൻ്റെ വസ്ത്രപ്പത് ഇട്ടാൽ കൊള്ളായിരുന്നു, കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കരുതരുത് കേട്ടോ. അവർക്ക് മനസ്സറിഞ്ഞാണ് നിങ്ങൾ കൊടുക്കുക. അന്നദാനം വസ്ത്രദാനം എന്നാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ ഭക്ഷണമൊക്കെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ കളയുന്നുണ്ടല്ലോ, കുഴിച്ചിട്ട്, അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല കുട്ടികളെ, ദോഷമാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ വേണം വസ്ത്രം കൊടുക്കാൻ? ഉപ്പ് വെള്ളത്തിൽ മുക്കി. നമ്മളെ നെഗറ്റീവ് എനർജി മുഴുവൻ അതിലത്തെ പോയി. നമുക്കും ദോഷമില്ല അവർക്കും ദോഷമില്ല. പിന്നെ അത് ഉപയോഗിച്ചാട്ടോ നമ്മളത് പുത്തനാക്കിയിട്ടാണ്. നമ്മൾ കുറേ ഉപയോഗിച്ച് പിന്നെ അതിനെ ഉപയോഗിക്കരുത്, നിങ്ങളെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുതിയ കോടി എടുക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നല്ല നല്ല വസ്ത്രങ്ങൾ ഇടണം മക്കളെ, ഒരു പ്രൗഡ് ഓഫ് അല്ലേ നമ്മൾ. അപ്പം നമുക്ക് ഒരു ആൾക്കാരുടെ ഇടയിൽ ചെല്ലുമ്പോഴേ നമുക്കൊരു കോൺഫിഡൻറ്റ് കിട്ടും അല്ലേ. നമ്മളൊരു വസ്ത്രത്തിൽ ഒരു ലേശം ഒരു കമ്മിയാക്കി നമ്മളൊരു കല്യാണത്തിന് പോയി നോക്കാം, നമുക്ക് എന്തോ ഒരു പോലെയല്ലേ, അവിടുന്ന് ചോറുണ്ടുണ്ട് പോരാൻ, ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നൊരു തോന്നല. നേരെ മറിച്ച് നമ്മൾ നന്നായി പോയി നോക്കിക്കോ. അപ്പം നമുക്ക് എന്തായി, എല്ലാവരോടും ചിരിക്കാനും മിണ്ടാനും നമുക്ക് തന്നെ ഒരു കോൺഫിഡൻറ്റ് കിട്ടിയല്ലേ. അപ്പോൾ നെഗറ്റീവാണ്, നമ്മൾ വസ്ത്രങ്ങളൊക്കെ നല്ല തന്നെ വേണം കേട്ടോ ഇടാൻ. അപ്പോൾ നമ്മളെ വീട്ടിൽ പോസിറ്റീവ് എനർജി വരാൻ നിങ്ങൾ വസ്ത്രങ്ങളുടെ കാര്യത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം. പുറപ്പെട്ട് നടക്കണം സ്ത്രീകളെ, മഹാലക്ഷ്മിയാണ് സ്ത്രീകളെ. പുരുഷന്മാരും അതേപോലെ തന്നെ കേട്ടോ, ശിവപാർവതിമാരെ പോലെ വേണമെന്നാണ് പറയണത്. അപ്പോൾ നേരെ നടക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, പലരും അമ്പലത്തിൽ പോകുന്നുണ്ട്. പോകുമ്പോൾ കുറച്ച് പ്രസാദം അവിടുന്ന് നമുക്ക് തിരുമേനി കയ്യിൽ തരും. നമ്മൾ അവിടുന്ന് ഒരു കുറിയൊക്കെ തൊട്ട് നമ്മളിങ്ങോട്ട് പോരും, ആ പൂവും ചന്ദനമൊക്കെ ആയിട്ട്. മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ പൂവ് നിങ്ങൾ നമ്മളെ വീട്ടിൽ മത്സ്യമാംസാദികളൊന്നും ഇടുന്നിടത്ത് ഇടരുത് കേട്ടോ. ആ പൂവ് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരരുതെന്നാണ് പറയണത്. ഇനിയിപ്പോൾ മറ്റുള്ളവർക്കൊന്ന് തൊടണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നോളൂ, അന്ന് തന്നെ അതിൻ്റെ ബാക്കി നിങ്ങൾ കൊണ്ടുപോയി ഉപേക്ഷിക്കണം. ചന്ദനം നിങ്ങൾക്ക് തൊടാട്ടോ, ചന്ദനത്തിനൊരു കുഴപ്പമില്ല. കാരണം ചന്ദനം നമുക്ക് നല്ലതാണ്, ഡെയിലി തൊടാം. പക്ഷേ വാടിയ പൂക്കൾ വീട്ടിലേക്ക് ദോഷമാണ്. അതേപോലെ തന്നെ മക്കളെ, പൂജാമുറിയിൽ കിണ്ടിയിൽ വെള്ളം വെക്കണവരാണെങ്കിൽ പുതിയ വെള്ളം മാറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കണം. അതിൽ തുളസി കതിരിടാൻ ശ്രദ്ധിക്കണം. പൂജാമുറിയിലെ പൂക്കളും നിങ്ങൾ തലേ ദിവസത്തെ പൂക്കൾ വെച്ചിട്ട് ഒരിക്കലും പിറ്റേ ദിവസം വിളക്ക് വെക്കാൻ ഇതാക്കരുത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് വീട്ടിലെ നെഗറ്റീവ് എനർജി വന്ന് കൂടുള്ളൂ. കാരണം ഭഗവാൻ ചൈതന്യം പോയിട്ട് ഇരിക്കും അവിടെ, ചൈതന്യം ഉണ്ടാവില്ല. ചൈതന്യം ഇല്ലെങ്കിൽ പിന്നെ എന്താ ഭഗവാനെ തൊഴുകണതിനൊരർത്ഥം. അപ്പോൾ ആ വിഗ്രഹത്തിൽ ചൈതന്യം നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി അത് വൃത്തിയാക്കണം. അവിടെ നമ്മളൊരു അശണ്ടി, നമ്മൾ അടുക്കള പൂജാമുറി, വീട്ടിലെ ഏറ്റവും വൃത്തി വേണ്ട സ്ഥലങ്ങളാണ് അത്രയും. മഹാലക്ഷ്മി ഇരിക്കുന്നത് നമ്മൾ അടുക്കളയിൽ വന്നിട്ട്, അന്നപൂർണേശ്വരി, അതേപോലെ തന്നെ പൂജാമുറിയിൽ ഭഗവാനും. അപ്പോൾ അവിടത്തെയൊക്കെ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും നല്ല ശ്രദ്ധിക്കണം. ഈ വിഷുവിൻ്റെ തൊട്ട് മുന്നേ നിങ്ങൾ തുടങ്ങി വെക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അടുത്ത വിഷു ആകുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ മാറ്റം കണ്ടറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും അപ്പോൾ അത് കമൻറ്റ് ബോക്സിൽ അമ്മോട് വന്ന് പറയാനും ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും വൃത്തിയുള്ളവർ തന്നെ മക്കളെ, എന്തെങ്കിലും ഒരു ശ്രദ്ധക്കുറവ് അത്രേ അമ്മ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മളെ നിലവിളക്കിൻ്റെ കാര്യം പ്രത്യേകം പറയാൻ ഞാനൊന്ന് അറിയാത്തവർ കുറവാണ് മക്കളെ. കുറച്ച് എണ്ണ പറന്ന് കത്തിച്ചാൽ മതി കേട്ടോ. നമ്മൾ വിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞാൽ ചിലവർ എന്നെ തിരുത്താറുണ്ട്, കുളത്ത് കുറച്ച് എണ്ണ പറന്ന് കുളത്തിയാൽ മതി. ഒരു അരമണിക്കൂർ നിന്ന് കത്തിയാൽ മതി. എന്നിട്ട് നമ്മൾ തിരി പിന്നോട്ട് കൊണ്ട് വലിക്കുക, അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ തുമ്പുകൊണ്ട് ഇങ്ങനെ കെടുത്തുക. അങ്ങനെ ഊതിക്കെടുത്തരുത്, കരിന്തിരി എരിയാദ്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾക്ക് വേണ്ട അത്ര എണ്ണ പാരുക, ഒരുപാട് പാരാതിരിക്കുക, തിരി പിന്നോട്ട് വലിക്കുക, അല്ലെങ്കിൽ വസ്ത്രം കൊണ്ട് നമ്മൾ ഇങ്ങനെ കെടുത്തുക. അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കണം. കരിന്തിരി ഇങ്ങനെ കത്തി എരിയണ്ട വീട്ടിലേട്ടോ. അപ്പോൾ കാലദർശനം എന്നാണ് പണ്ട് മുതലേക്ക് നമ്മൾ പറയണത്. പിന്നെ ഒരു കാര്യം, ചോർച്ചുള്ള വിളക്ക് നിങ്ങൾ ഉപയോഗിക്കരുത് കേട്ടോ, പെട്ടെന്ന് മാറ്റിക്കോളൂ. ചില വിളക്ക് എവിടെ ചോരണം നമുക്കറിയില്ല, കത്തിച്ച് വെച്ച അടിയിൽ കാണാം തട്ടുകൂടെ ഇങ്ങനെ എണ്ണ. ആ വിളക്ക് നമ്മൾ കത്തിക്കണ്ട കേട്ടോ, പെട്ടെന്ന് മാറ്റിക്കോളൂ. പിന്നെ നമ്മളെ വീട്ടിൽ പല ഫർണിച്ചറും അല്ലേ, ചിലയിടത്ത് കുട്ടികൾ കുത്തിമറിഞ്ഞിട്ടായിരിക്കാം കാലൊടിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അതിൻ്റെ അടിയിൽ നമ്മൾ കട്ട വെച്ചിട്ടൊക്കെ കാണാം. പക്ഷേ മക്കളെ, നമുക്ക് പെട്ടെന്നൊന്നും നേരെയാക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്കിലും നിങ്ങളത് പെട്ടെന്ന് എങ്ങനെയെങ്കിലും നേരെയാക്കാൻ ശ്രദ്ധിക്കണം. കാരണം മുന്നിൽ തന്നെ ഒരു കേടുവന്ന ഫർണിച്ചർ നിങ്ങൾ ഇടരുത് കേട്ടോ. അത് നമ്മളെ വീട്ടിലത്തെ പോസിറ്റീവ് എനർജിയാണ് കളഞ്ഞ് നെഗറ്റീവ് എനർജി ഉണ്ട് കൊണ്ടുവരും. അതെനിക്ക് പറയാനുള്ളത്. അപ്പോൾ പല വീട്ടിലും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പെട്ടെന്ന് മാറ്റണം. അതേക്ക് പറയാനുള്ളൂ. ഇന്നെ മാറ്റണമെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും നിങ്ങളത് അവിടുന്ന് കാണുന്ന ഭാഗത്തുനിന്ന് കാണാത്തൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് അത് വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പല വീട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ടാപ്പ് എത്ര മുറുക്കി അടച്ചാലും ഒരു തുള്ളി വെള്ളം ഇങ്ങനെ ഒറ്റിപ്പോണത്.
അത് നമുക്ക് വളരെ ദോഷാട്ടോ. നമ്മളുടെ വീട്ടിലത്തെ നമ്മൾ പറഞ്ഞിട്ടില്ലേ ഒലിച്ചു പോവുക, നമ്മൾ നിൽക്കണ മണ്ണ് ഒലിച്ചു പോയി അല്ലെങ്കിൽ അറിയില്ല എന്നൊക്കെ. അങ്ങനെയാണ് നമ്മളെ വീട്ടിലത്തെ സമ്പാദ്യം ഏതോ വഴി കൂടെ ആ വെള്ളം ഒറ്റണ പോലെ ഏതോ വഴി കൂടെ നമ്മൾ അറിയാതെ പോകും മക്കളെ. ഒന്നുകിൽ ആശുപത്രി കേസെങ്കിലും വരും, നമുക്ക് ഒരുപാട് പൈസ നമ്മൾ അറിയാതെ ചിലവാക്കേണ്ട ഒരു സമയം വരും. അതുകൊണ്ട് നിങ്ങൾ വെള്ളം അമൂല്യമാണ്, കളയാനും പാടില്ല. രണ്ടാണ് അപ്പോൾ അതിലെ ശാസ്ത്രം അതാണ്, സയൻസും അതാണ്. വെള്ളം നമ്മൾ വെറുതെ നശിപ്പിച്ച് കളയരുത്, അമൂല്യമല്ലേ. അപ്പോൾ രണ്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ടാപ്പുകൾ എങ്ങാനും ലീക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നേരെയാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. ഇതൊക്കെ ജ്യോതിഷപരമായ കാര്യങ്ങളാണ് അമ്മ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയാലോ, വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. എങ്കിലാണ് നമ്മളുടെ മനസ്സിനൊരു സമാധാനമുള്ളൂ. നമ്മൾ കുളിക്കാതെ ഇരുന്ന് നോക്കും ഒരു 10 ദിവസം, നമുക്ക് എന്തെങ്കിലും ഒരു സ്വൈരം കിട്ടും. അതേപോലെയായിട്ട് മക്കളെ വീടിൻ്റെ ഉള്ളിൽ പോലെ തന്നെ പുറവും നിങ്ങൾ നല്ല ശുചിയായിട്ട് കൊണ്ട് നടക്കാൻ നോക്കണം. എങ്കിൽ ആ വീട്ടിലേക്ക് വന്നു ചേർന്നോളൂ, നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നോളൂ. നിങ്ങൾ അറിയാതെ അത് വൃത്തിയില്ലാതെ നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ പതുക്കെ ഇങ്ങനെ ചോർന്നു പോകും. കാരണം മഹാലക്ഷ്മി പടിയിറങ്ങി പോകുന്ന മക്കളെ പറയേണ്ടത്. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ അമ്മ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.